എല്ലാവർക്കും നമസ്കാരം. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ചാപ്റ്റർ 5 സ്പെഷ്യലൈസ്ഡ് നോളജ്, 4th സ്റ്റെപ്പ് ടുവേർഡ്സ് റിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് നോളജ് ആണ്. എന്താണ് സ്പെഷ്യലൈസ്ഡ് നോളജ്? നോളജ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടല്ലേ. നോർമൽ നോളജ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്കൊരു ഡോക്ടറുടെ അടുത്ത് പോകണമെങ്കിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് നോളജുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ആയിരിക്കും എന്തെങ്കിലും സ്പെഷ്യൽ ആവശ്യങ്ങൾക്ക് പോകുക അല്ലേ. നോർമലായിട്ടിരിക്കുന്ന ഡോക്ടറേക്കാൾ ഇപ്പോൾ കാർഡിയോ അല്ലെങ്കിൽ എന്താ പറയുക പ്രഗ്നൻസിക്ക് ആണെങ്കിൽ അതിന് സ്പെഷ്യലൈസ്ഡ് നോളജ് ലഭിച്ച ഡോക്ടറുടെ അടുത്തേക്ക് അങ്ങനെയല്ലേ നമ്മൾ പോവുക. സോ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നോളജ് ഇസ് പവർ എന്ന് നമ്മൾ പറയും അല്ലേ. പക്ഷെ എന്നാലും അതിനൊരു ഡെഫിനിറ്റ് പ്ലാൻ, അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു ഓർഗനൈസേഷൻ വരുമ്പോഴാണ് ആ ഒരു നോളജ് ഭയങ്കരമായിട്ട് ശക്തി പ്രാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ വിചാരിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ആണ് എല്ലാം, ഈ ലോകത്തെല്ലാം എഡ്യൂക്കേഷൻ ആണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരുപാട് എക്സാമ്പിളിൽ കണ്ടിരുന്നു ലിറ്റിൽ എഡ്യൂക്കേഷനുള്ള ആൾക്കാരാണ് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ, എഡിസൺ പോലുള്ളവരൊക്കെ. പക്ഷെ അവരൊക്കെ ഉന്നതിയിൽ എത്തിയത് എന്തുകൊണ്ടാണ്? അവർ സ്പെഷ്യലൈസ്ഡ് നോളജ്, അവരുടെ മേഖലയിൽ അവർ സ്പെഷ്യലൈസ്ഡ് നോളജും കാര്യങ്ങളൊക്കെ നേടിയിരുന്നു അല്ലേ. അപ്പോൾ നമ്മളും അത്തരത്തിലായിരിക്കണം എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഇവിടെ പറയുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ റൈറ്റ്സിനെ, അവരുടെ അവകാശങ്ങളെ നിഷേധിക്കാതെ നമുക്ക് നമ്മുടെ ഗോള്, നമുക്ക് എന്താണോ നമ്മുടെ ഡിസയർ അത് അച്ചീവ് ചെയ്യാൻ നമ്മുടെ ഹയർ ഫാക്കൽറ്റീസ്, വിൽ, പെർസെപ്ഷൻ തുടങ്ങിയ ഇമാജിനേഷൻ, മെമ്മറി, ഇങ്ങനെ തുടങ്ങിയ ഫാക്കൽറ്റീസ് ഉണ്ടല്ലോ. 6 ഫാക്കൽറ്റീസ് ഉണ്ട് നമുക്ക്. ആ ഫാക്കൽറ്റീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ഡിസയറിനെ അച്ചീവ് ചെയ്യുക വിത്തൗട്ട് വയലേറ്റിംഗ് ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ അവകാശത്തെ നിഷേധിക്കാതെ നമുക്കിത് സ്വീകരിക്കാൻ, അത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെവലപ്പ് ഫ്രം വിതിൻ എന്നാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത് ഹെൻറി ഫോർഡിൻ്റെ കാര്യം തന്നെയാണ്. ഹെൻറി ഫോർഡിന് വളരെ ഒരു കേസ് വരികയാണ്. ഹെൻറി ഫോർഡിന് വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നോളജ് ഇല്ല, വേണ്ടുന്ന നോളജ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആരോ കേസൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം കോർട്ടിലെത്തുമ്പോൾ അവിടുത്തെ വക്കീൽ ഒരു ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. വലിയ വലിയ നോളജ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഒന്നിനും അദ്ദേഹത്തിന് ആൻസർ ഇല്ല. അപ്പം എല്ലാവരും ശരിവെച്ചു, ശരിയാണ്, ഹെൻറി ഫോർഡിന് വിവരമൊന്നുമില്ല, ഈ ചോദിക്കുന്ന ഒറ്റ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയുന്നില്ല, എല്ലാം ഇല്ല അറിയില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ശരിവെക്കുന്ന സമയത്താണ് ഹെൻറി ഫോർഡ് ഒരു ചോദ്യം ചോദിക്കുന്നത്. അതിലെല്ലാവരും എന്താ പറയുക, കമന്ന് വീണു എന്ന് തന്നെ പറയാം. അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: മൈ ലോർഡ്, എന്തിനാണ് എനിക്ക് ഈ പറഞ്ഞ നോളജൊക്കെ ഞാൻ പഠിച്ചിരിക്കേണ്ട ആവശ്യം എന്താണ്? എനിക്കിത് അപ്പം എൻ്റെ ചുറ്റും നിൽക്കുന്ന വ്യക്തികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. പിന്നെ എന്തിനാണ് ഞാൻ ഈ പറയുന്ന നോളജൊക്കെ എൻ്റെ തലയിൽ കുത്തി കയറ്റിയിട്ട് വെറുതെ എൻ്റെ ആ ഒരു മെമ്മറി ഫുള്ളാക്കി വെക്കണത്? എനിക്ക് വേണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മേഖല വെഹിക്കിളുടെ, നമ്മുടെ വാഹനങ്ങളുടെ മേഖലയാണല്ലേ. അപ്പം അതിൽ വേണ്ട നോളജ് മാത്രമേ ഞാൻ എടുത്താൽ പോരെ? ഇതെനിക്ക് ചുറ്റുമുള്ള ഒരു പുഷ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് വന്ന് പറഞ്ഞു തരാനായിട്ട് എനിക്ക് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ ചുറ്റും ഞാൻ നിർത്തിയാൽ പോരെ? എന്തിനാണ് ഞാൻ ഈ നോളജൊക്കെ ഗെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഹെൻറി ഫോർഡ് അത് ചോദിച്ചപ്പോൾ എല്ലാവരും ശരിവെക്കുകയാണ്. ശരിയാണല്ലേ, നമുക്കും ആവശ്യമില്ലാത്ത ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നില്ല, ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നില്ല. പക്ഷെ നമ്മുടെ ഡിസയറിന് വേണ്ടത് എന്താണോ, നമ്മുടെ ഡിസയറിന് വേണ്ട സ്പെഷ്യലൈസ്ഡ് നോളജ് എന്താണോ അതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അതിനെ പറ്റിയാണ് നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കേണ്ടത് അല്ലേ. അതിന് വേണ്ട കോഴ്സസ് എടുക്കണോ, എന്തെങ്കിലും വേറെ പുതിയ തരം ടെക്നിക്കുകൾ പഠിക്കണോ, എന്താണോ നമുക്ക് ചെയ്യേണ്ടത്, എത്ര ഹാർഡ് വർക്ക് ഇടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ. അല്ലാതെ ഈ ലോകത്ത് ചൈനയും നടക്കുന്ന എന്താണ്, ജപ്പാനിൽ നടക്കുന്ന എന്താണ്, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഡിസയർ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട സാധനം ആദ്യം അറ്റൈൻ ചെയ്തിട്ട് നിങ്ങൾ അറിയാണ്ടിരിക്കുക, അതൊന്നും നമുക്ക് പ്രശ്നമല്ല അല്ലേ. സോ സ്പെഷ്യലൈസ്ഡ് നോളജ് ലഭിക്കേണ്ടത് നമ്മൾക്ക് എല്ലാവർക്കും അത്യാവശ്യം തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ പറയുന്ന ആൻഡ്രൂ കാർണിഗി പറയുന്ന കാര്യമുണ്ട്. അദ്ദേഹത്തിന് സ്റ്റീലിന്റെ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടുള്ള വലിയ കാര്യങ്ങളായ അറിവൊന്നും ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിരുന്നു. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് അദ്ദേഹം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ ലഭിക്കുന്ന മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും മറ്റുള്ളവരുടെ നോളജൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മളും ശ്രമിക്കേണ്ടത് അതാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ, അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടുക. അവർക്ക് നമ്മളെക്കാൾ ചിലപ്പോൾ നോളജ് ഉണ്ടായിരിക്കും, ആ നോളജ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനൊരു ഡെഫിനിറ്റ് പ്ലാനും ഡെഫിനിറ്റ് ഓർഗനൈസേഷൻ പോലെയുള്ള സാധനങ്ങളൊക്കെ വരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നീട് അദ്ദേഹം പറയണത്, ആർക്കും ഫ്രീ കോഴ്സസിനോട് താല്പര്യം ഉണ്ടാവില്ല. നമുക്കൊരു സാധനം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അതിന് വലിയ വില ഉണ്ടാവില്ല. പക്ഷെ ഇത്തിരി പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുമ്പോൾ അതിന് വലിയ വിലയാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ
ഇപ്പോൾ ഒരു ജോബ് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ സ്പെഷ്യലൈസ്ഡ് നോളജ്, സ്പെഷ്യൽ കോഴ്സസ് ഒക്കെ പഠിച്ചവരെ അവർ പ്രിഫർ ചെയ്യും. കാരണം അതിന് സമയമെടുത്ത് അതിന് പൈസ കൊടുത്ത് നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മസമർപ്പണമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് വർക്കിംഗ് ആണ്, നമ്മൾ വില്ലിംഗ് ആണ് എന്ന് ആ ഒരു കമ്പനി മനസ്സിലാക്കുകയാണ് അല്ലേ. വെറുതെ ഒരു നോളജ് കിട്ടുന്ന ഒരാളും വേറൊരു വ്യക്തി വന്നിട്ട് എനിക്ക് ഇന്ന നോളജ് ഉണ്ട് സർ, എനിക്ക് ഈ കമ്പനിയിൽ ഈ സാധനം ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആരെയായിരിക്കും അവർ തിരഞ്ഞെടുക്കുക? ഓഫ്കോഴ്സ് ആ സ്പെഷ്യലൈസ്ഡ് നോളജ് കിട്ടിയ ആളെയല്ലേ തിരഞ്ഞെടുക്കുക അല്ലേ. ആ കോഴ്സസ് കാരണം കമ്പനിക്ക് വേണ്ടത് അതാണ്. കാരണം ആ കമ്പനിക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ സ്പെഷ്യലൈസ്ഡ് നോളജുള്ള ആൾക്ക് ചിലപ്പോൾ 1 മണിക്കൂർ എടുത്ത് ചെയ്യുന്ന സാധനം അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ സാധിക്കും അല്ലേ. സോ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് പഠിച്ചിട്ടുള്ള ആളെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ സ്റ്റുവർട്ട് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ്. അദ്ദേഹം എഞ്ചിനീയർ ആണ്. അപ്പൊ ഈ ഇദ്ദേഹം ബുക്കൊക്കെ എഴുതുന്ന ആ കാലഘട്ടത്തിലൊക്കെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് വന്നിട്ടുണ്ടായിരുന്നു USA മുഴുവൻ. അപ്പോൾ ഒരുപാട് ആളുകൾ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ കടന്നുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇദ്ദേഹം ഒരു കോഴ്സ് പഠിച്ചു. അതായത് സ്പെഷ്യലൈസ്ഡ് നോളജ് ഇദ്ദേഹം വളരെ വ്യക്തമായി സൂക്ഷിച്ച് ഒബ്സർവേഷൻ ചെയ്തിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേഖലയിൽ എനിക്ക് പുരോഗമനം ലഭിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ്, അതായത് 2 വർഷത്തെ കോഴ്സ് പഠിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞപ്പോൾ സ്പെഷ്യലൈസ് ചെയ്ത നോളജ് ഉള്ള ആ സബ്ജക്റ്റുകൾ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കുട്ടി 4 വർഷം പഠിക്കുന്നത് അദ്ദേഹം 2 വർഷം കൊണ്ട് ആ ഒരു നോളജ് അറ്റൈൻ ചെയ്തു. അപ്പോൾ പൈസ ലാഭം, സമയം ലാഭം, കുറച്ചും കൂടെ സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ, കുറച്ചും കൂടെ നമുക്ക് എലിജിബിൾ ആവാനുള്ള സാധ്യത കിട്ടി. അപ്പോൾ എല്ലാവരും ഈ ഒരു തരത്തിലുള്ള നോളജാണ് അറ്റൈൻ ചെയ്യേണ്ടതെന്ന് പറയുന്നു. നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു നോളജ് വേണമെങ്കിൽ എന്ത് കോഴ്സാണ് അത് കറക്റ്റായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണം കോഴ്സ് തിരഞ്ഞെടുക്കാൻ. ഇന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമോ, അല്ലെങ്കിൽ വേറെ വല്ലതാണ് ഞാൻ പഠിക്കേണ്ടത്, ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വയ്ക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഒരു വുമന്റെ സ്റ്റോറിയാണ്. ആ ഒരു വുമൺ, ആളുടെ മകന് ഒരു ഇന്റർവ്യൂവിന് പോകണമായിരുന്നു. ആ ഒരു വുമൺ ചെയ്തത് അവരൊരു പ്ലാൻ ബുക്ക് തയ്യാറാക്കി. അതായത് ഇന്റർവ്യൂവിന് പോണേക്കാൾ മുമ്പ് അവര് മകനെ വിട്ട് ലൈബ്രറിയിലൊക്കെ അന്വേഷിപ്പിച്ചിട്ട് അവരുടെ ആ കമ്പനിയുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന കമ്പനിയുടെ പ്രത്യേകതകളും എന്തൊക്കെ ഇവർക്ക് ഇത് ചെയ്യാൻ സാധിക്കും, ഈ മകൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ഈ മകൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ കമ്പനിയിൽ 5 വർഷം കഴിയുമ്പോൾ ഈ കമ്പനിയെ എങ്ങനെയായിരിക്കും ഈ മകൻ കൊണ്ടുപോകാൻ കഴിയുന്നത്, എന്ത് പൊസിഷനാണ് വേണ്ടത്, അതുപോലെ തന്നെ എന്ത് നോളജൊക്കെ ഇദ്ദേഹത്തിനുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഒരു 54 പേജിൽ ഒരു ബുക്കാക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടാണ് ഈ വുമൺ ഇവരുടെ മകനെ ഇന്റർവ്യൂവിന് പറഞ്ഞു വിടുന്നത്. ആ കമ്പനിയിൽ ചെല്ലുകയും ഈ ഒരു ബുക്ക് ഡാറ്റ കാണിക്കുകയും ചെയ്തപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവർക്ക് ജോലി കൊടുത്തു. അതും ഈ പയ്യൻ പറഞ്ഞ സാലറിയിലും ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റ് അറ്റ് എക്സിക്യൂട്ടീവ് സാലറിയിലാണ് കിട്ടുന്നത്. എക്സിക്യൂട്ടീവ് സാലറിയും ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റുമാണ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു 10-15 വർഷം, സാധാരണ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് 10-15 വർഷം കഴിയുമ്പോഴാണ് ഈ ഒരു പൊസിഷനിൽ എത്തുക. അപ്പൊ സമയവും അതുപോലെ പൈസയും ഒക്കെ നേരിട്ട് ലാഭത്തിലാണ് വരുന്നത് അല്ലേ. സോ നമ്മളും ഇതുപോലെയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് അതിനുശേഷം ഈ പറഞ്ഞ വുമണിനോട് ഒരുപാട് പേര് ഇതുപോലെയുള്ള ഒരു പ്ലാൻ ബുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറയാണ്. കാരണം ഈ പ്ലാൻ ബുക്ക് വായിക്കുമ്പോൾ ആ കമ്പനിക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയാണ്, ഇന്നാളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിക്ക് നല്ല ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്. കാരണം വളരെ വ്യക്തമായ പ്ലാനുള്ള ഒരാൾ വന്നിട്ട് സംസാരിക്കണതും വ്യക്തമില്ലാത്തൊരു പ്ലാൻ ഉള്ള ആൾക്കാർ വന്ന് സംസാരിക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. നമ്മളായാലും ചിന്തിക്കും, ഓക്കെ ഈ വ്യക്തിക്ക് എൻ്റെ കമ്പനിയിൽ ഈ വ്യക്തി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി 5 വർഷം കൊണ്ട് കമ്പനി വളരെയധികം ഡെവലപ്പ് ചെയ്യും, സ്പെഷ്യലിസ്റ്റ് നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഡെഫിനറ്റ് പ്ലാൻ ഉണ്ട്, എന്താണ് ലക്ഷ്യബോധമുണ്ട്, വളരെ കൃത്യമായി ഒരു വർക്ക് ചെയ്യുന്നത് നമുക്ക് വിശ്വാസം വരും അല്ലേ. സോ നമ്മളായാലും അങ്ങനെയല്ലേ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ഇന്റർവ്യൂവിന് പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വളരെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, ഡെഫിനറ്റ് പ്ലാൻ തയ്യാറാക്കുക. ഇന്ന സംഭവം എനിക്ക് ചെയ്യാൻ പറ്റും, ഇന്ന സംഭവത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് 5 വർഷം കൊണ്ട് ഈ കമ്പനി ഞാൻ ഈ പൊസിഷനിലേക്ക് എത്തിക്കും, എനിക്ക് ഈ സാലറിയാണ് ആവശ്യം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വളരെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ ഒരു ബുക്കിലും ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു വെക്കുന്നത് നമ്മളെയും കൂടെ ഈ ഒരു എന്താ പറയുക പ്രോസസ്സിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത് ഡാൻ ഹോൾപിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഹിയറിംഗ് എയ്ഡ് ആണ് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വിൽക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം ആഗ്രഹിച്ചത് അസിസ്റ്റന്റ് സെയിൽസ് മാനേജ് പൊസിഷനാണ്. അദ്ദേഹത്തിന്റെ സാമർത്ഥ്യം കൊണ്ട് അദ്ദേഹം ഈ അസിസ്റ്റന്റ് സെയിൽസ് മാനേജ് പൊസിഷനിലേക്ക് എത്തുകയാണ്. അതിനുശേഷം ഇദ്ദേഹം അതായത് വളരെ സ്പീഡിലാണ് ഈ ഹിയറിംഗ് എയ്ഡ്സ് വിറ്റു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ MDക്ക് വളരെയധികം കൗതുകമായി, എങ്ങനെയാണ് ഇദ്ദേഹം ഈ പറയുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം പ്രോഡക്ട്സ് വിൽക്കുന്നത് എന്നുള്ളത് ആ MDക്ക് തന്നെ അത്ഭുതമായി മാറുകയാണ്.
അങ്ങനെ ആ MD ഇദ്ദേഹത്തെ കാണാൻ വരികയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാവുകയാണ് വളരെ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം വിൽക്കുന്നത്. ആ ഒരു നോളജ് എങ്ങനെ ട്രിക്കി ആയിട്ട് വിൽക്കാം, എങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കാം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വളരെ നാച്ചുറലായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്ലാൻ ഉണ്ട്. അതനുസരിച്ചാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. സോ ഇദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഞാൻ ഇദ്ദേഹത്തിന് ഒരു ടാസ്ക് കൊടുക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹത്തിന് ന്യൂ സെയിൽസ് മാനേജറായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഒന്നില്ലെങ്കിൽ കമ്പനി മുങ്ങും അല്ലെങ്കിൽ കമ്പനി ഉയർന്നു പോകും എന്നുള്ളത്. പക്ഷെ ഡാൻ ഹോൾപിൻ ഒരിക്കലും തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് ഓൾറെഡി കഴിവുകൾ ഉണ്ടായിരുന്നു. വളരെയധികം എഫേർട്ട് ഇട്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സ്പെഷ്യലൈസ്ഡ് നോളജ് ഒക്കെ ലഭിച്ചിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന പൊസിഷനിലേക്ക് വളരെ വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുകയും ആ ഒരു കമ്പനി വളരെയധികം ലാഭത്തിൽ വരികയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ കമ്പനി മുങ്ങിയില്ല എന്ന് മാത്രമല്ല വളരെയധികം പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. സോ MD ബിക്കെയിം ഹാപ്പി, കാരണം അത്രയും പ്രോഫിറ്റല്ലേ കമ്പനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ ഡാൻ ഹോൾപിന്റെ കഥയും നമുക്ക് പറഞ്ഞു തരണത്, നമ്മൾ ആത്മാർത്ഥമായി പ്രയത്നിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ സ്പെഷ്യലൈസ്ഡ് നോളജും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് സക്സസ് ഉണ്ടാവും തന്നെയാണ് അല്ലേ. സോ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്പെഷ്യലൈസ്ഡ് നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തെ പറ്റി വ്യക്തമായൊരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. സോ നിങ്ങൾ ഡിസയർ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്കത് നേടാൻ കഴിയുന്നുള്ളൊരു ഫെയ്ത്ത് ഉണ്ടാക്കുക, ഓട്ടോ സജഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് നോളജും അതോടൊപ്പം നമ്മൾ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഡിസയർ നമുക്ക് ലഭിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയവും ഇല്ല. സോ നിങ്ങളും സ്പെഷ്യലൈസ്ഡ് നോളജ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോ ഇട്ട് വരാം. ദിസ് ഇസ് ജോഷി മേനോൻ സൈനിങ് ഓഫ്.